ആർക്കും ആരെയും കൊല്ലാമെന്ന സ്ഥിതിവിശേഷമാണ് കേരളത്തിലേതെന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മനുഷ്യരനെ നിഷ്കരുണം കൊല ചെയ്യാൻ മടിയില്ലാത്ത വിഭാഗമായി കേരളം അധിപതിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വർക്കല ശിവഗിരിയിൽ നടന്ന തീർത്ഥാടന മഹാസമ്മേളനത്തിന്റെ രണ്ടാം ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ തൊടുത്തുവിട്ടത്. ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിന്റെ രണ്ടാം ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ക്രമസമാധാന നില അനുദിനം തകരുന്ന സ്ഥിതിവിശേഷമാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ആർക്കും ആരെയും കൊല്ലാമെന്ന നിലയിലേക്ക് മലയാളി മാറിയെന്നും തലക്കടിച്ച് പരിക്കേൽപ്പിക്കുന്നത് രക്ഷാപ്രവർത്തനമായി ചിത്രീകരിക്കുന്ന നാടായി കേരളം അധപ്പതിച്ചെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ വിമർശിച്ചു. ഗുരുദേവൻ പിറന്ന മണ്ണിലെ മനുഷ്യരുൾപ്പെടെ മാറുമ്പോൾ അത് വേദനയോടുകൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ഉൾപ്പെടെ അങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് എത്തിയിരിക്കുന്ന ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യം, ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ് നമുക്കുള്ളത്. കേരളത്തിലും ഗുരുദേവ ദർശനങ്ങൾ പ്രചരിച്ചാൽ അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഗുരുവിന്റെ സന്ദേശങ്ങളുടെ തെളിച്ചം ഇസ്രയേൽ ഫലസ്തീൻ ദേശങ്ങളിൽ എത്തിയിരുന്നെങ്കിൽ ചോരപ്പുഴ ഒഴുകുമായിരുന്നില്ലെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഗുരുദർശനങ്ങൾ പാലസ്തീനിൽ മാത്രമല്ല, ഗുരു പിറവിയെടുത്ത കേരളത്തിൽ പോലും പ്രാവർത്തികമാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഹൈന്ദവ ധർമ്മത്തിന് നേരെയുള്ള കുപ്രചരങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് രാജ്യത്തുള്ളത്. ശതാബ്ദങ്ങൾ നീണ്ട അടിച്ചമർത്തലുകളിൽ നിന്ന് സനാതനധർമ്മം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ പ്രയത്നത്തെ നശിപ്പിക്കുവാനുള്ള പരിശ്രമം ഒരു വിഭാഗം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഗുരുദേവ ദർശനങ്ങൾ കാലത്തിന്റെ അനിവാര്യതയാണെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞു. അങ്ങനെ ദീർഘദർശിയായ കാലത്തിന് മുൻപേ നടന്ന മഹാനായ ഗുരുവും ഋഷിയുമായ ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്തായ സംഭാവനകളെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ സുസൂക്ഷ്മമായി വിലയിരുത്തി പഠിക്കണമെന്നീ അവസരത്തിൽ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ അധ്യക്ഷതയിൽ നടന്ന മഹാസമ്മേളനത്തിൽ ശ്രീമദ് ഋതംബരാനന്ദ സ്വാമികൾ സ്വാഗതവും സൂക്ഷ്മാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണവും നൽകി. അടൂർ പ്രകാശ് MP, കടകംപള്ളി സുരേന്ദ്രൻ MLA, ഗോകുലം ഗോപാലൻ, പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവ് ഡോക്ടർ സിദ്ദിഖ് മുഹമ്മദ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.